ദേ ഇതുവഴി പോകുമ്പോൾ കാർ തന്നെ ഒന്ന് നിൽക്കും ഇവിടുത്തെ സിഞ്ചർ റാപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ റിഫേലുള്ളവരോട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ജ്യൂസും സിഞ്ചർ റാപ്പും തമ്മിൽ വല്ലാത്തൊരു കോമ്പിനേഷൻ ഉണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇവർക്ക് ഫുഡ് അടി മാത്രമേ പണിയുള്ളൂ എന്ന്. അതിൽ ഇത്തിരി സത്യമില്ലാതില്ല. ഓരോ പ്രാവശ്യവും ആള് ഡോർ തുറക്കുമ്പോൾ ഞാൻ എനിക്കുള്ള ഓർഡർ ആണെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഓൺ ചെയ്യുന്നത്. അങ്ങനെ ആ ഓർഡറും പോയി. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എന്തും കിട്ടിയാൽ കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഇഷ്ടപ്പെടുന്ന ഐറ്റം വിട്ട് പിന്നെ വേറെ പുതിയതൊന്നും ട്രൈ ചെയ്യാനും പോവാറില്ല. അങ്ങനെ കുറേ നാളായി ഞങ്ങളുടെ കൂടെ കൂടിയതാണ് ഈ റാപ്പ്. വളരെ യങ്ങായിട്ടുള്ളവരാണ് ഇവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ കൂടുതലും. ചെറിയ ജോലികളാണെങ്കിൽ പോലും അത് വളരെ പ്രൗഡായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നത് എന്തൊരു നല്ല കാര്യമല്ലേ. സാധനം കൊണ്ടുവന്ന് വന്നതും ആള് ചോദിച്ചത് ചേച്ചി വ്ളോഗറാണോ എന്ന്. കൂടെ എൻ്റെ ചാനലിൻ്റെ പേരും. സത്യത്തിൽ ഞാൻ നൈസായിട്ടൊന്ന് ചമ്മി. ഇനി നമ്മൾ ഈ വീട്ടിലേക്ക് പോകുന്ന വഴി കാണുന്നത് ബഹറിൻ്റെ ഒരു ഐക്കോണിക് ക്ലോക്ക് റൗണ്ട് ബോട്ടാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ടൈമൊക്കെ ഇതൊന്ന് കടന്നു കിട്ടാൻ പെടുന്നൊരു പാട്. നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു വാക്ക് വേ ഉണ്ട്. നടക്കാനും പിള്ളേർക്ക് കളിക്കാനും ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയ ഒരിടം. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടുത്തെ ലോണിലിരുന്ന് കഴിക്കണമെന്ന് ഞങ്ങൾ പലവട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പ്ലാനുകൾ നടക്കാതെ പോകുന്നല്ലേ. ഇവിടെയൊക്കെ വളരെ നന്നായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു വേസ്റ്റ് പോലും നിലത്ത് കിടക്കുന്നതോ ആരെങ്കിലും നിലത്തിടുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോ മുക്കിനും മൂലയിലും ഡസ്റ്റ്ബിന്നും കാണും. അവിടെ കയറിയിരുന്ന് കഴിച്ച് ഫുഡൊന്ന് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങളെയും പറത്തിക്കൊണ്ട് പോകുന്ന ഒരു കാറ്റിങ് വന്നു. ഇനി ഇവിടെ ഇരുന്നാൽ നെക്സ്റ്റ് വീഡിയോ എടുക്കാൻ എൻ്റെ ഫോൺ കാണില്ല. അപ്പം ശരി, മറ്റൊരു വീഡിയോയുമായി കാണാം.